പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അഖിൽ മാരാർ 2020 വിട്ടു. ഇനി ഒരു സെക്കൻഡ് ഞാൻ എടുക്കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. കുഞ്ഞുണ്ണാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. എല്ലാവരോടും പറയാൻ ഗുഡ് ബൈ. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും സഹകരിച്ചു പോകാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞാണ് അഖിൽ മാരാർ പാർട്ടി വിടുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. എനിക്കൊരു വലിയ തെറ്റുപറ്റി എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തെറ്റ് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് മാർച്ച് 15-ാം തീയതി തന്നെ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നു. അടിച്ചെന്നെ കന്യാൻ പൊട്ടിക്കും. ഇയാളെ പറഞ്ഞ നമുക്ക് കമ്പനി കൂടണം, മാഞ്ഞോർത്തമാരെ കുന്തം കൊണ്ടായിരുന്നു. നുണ പറയത് ഉസ്മാനിക്ക, നാണാവില്ലേ നിങ്ങൾക്ക്? എന്നെ നശിപ്പിച്ചത് മതിയായില്ലേ? ശ്യാമേ, എനിക്ക് ഇവരെ അറപ്പാണ്, വെറുപ്പാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയൂ. കള്ള മുറുകാറെ. എന്താണിത്? 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ, എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപ്. ഇന്നലെ രാത്രി എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് 2020യുടെ ഒരു വലിയ വ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ, സ്നേഹത്തിന്റെ വഴി. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്ത അങ്ങനെ ആയിരുന്നു, UDF കാൻഡിഡേറ്റ് ആയിട്ട് കൊട്ടാരക്കര വരാൻ ഞാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം. അയ്യടാ, ചേട്ടനല്ല, അത്രക്ക് ദാരിദ്ര്യമുള്ള ഈ നാട്ടിലില്ല. പറഞ്ഞോട്ടെ, എന്താ ചോദിക്കാമെന്ന്? ബിഗ് ബോസ് താരം അഖിൽ മാരാർ, ഇന്ത്യയുടെ ഭാഗമായ അഖിൽ മാരാർ ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പുള്ളിന് തിരുത്തി പറയും. അതൊക്കെ ഓരോരുത്തരും മൂപ്പിച്ചിട്ടല്ലേ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടുപോയി. NDA-യിലേക്ക് എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നു. പിന്നെ ഞാൻ രാഷ്ട്രീയമായിട്ട് മാറി നിൽക്കുന്ന അർത്ഥമില്ല. എന്റെ ഗതികേട് കൊണ്ട് പറ്റിപ്പോയതാ. നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോണോ. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനു ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയണം. നിങ്ങൾ പോയി, ഞാൻ കാറ് വരാം. ഈശ്വര, അവർക്ക് വഴി തെറ്റണേ. തള്ള കാറ് പോയി, ഇനി ഇതിൽ വരാം. തള്ള കാറും പോയി, ആട്ടോയും പോയി. മര്യാദയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ നിന്നോ ഇപ്പൊ വഴിയാതാരായി. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.